ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ശരീഫ്, തിന്നിലാപുരം. ഇന്ന് ജൂലൈ മാസം 18 തീയതി വരുന്നത് 2024 വ്യാഴാഴ്ചയും. കർക്കിടക മാസം 3 മുഹറം മാസം 11 ഇന്നത്തെ പ്രധാന വാർത്തകൾ. നമ്മുടെ വാർത്ത ഇന്നേക്ക് 101 എപ്പിസോഡായിട്ടുണ്ട്. കേരളത്തിൽ കനത്ത മഴ. പുഴപ്പാലത്തിൻ്റെ ഓരത്തിൽ കൂടെ വന്ന ജലനിധി പൈപ്പിൻ്റെ അതിനു വേണ്ടി ഫിറ്റ് ചെയ്ത ചെറിയ പാലം തകർന്നു വീണു. ആലത്തൂർ ഗായത്രി പുഴയ്ക്ക് ഓരത്താണ്. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ബിനി ഇമ്മട്ടി മരണപ്പെട്ടു. ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം റുപ്യ സർക്കാർ നൽകും. ഞായറാഴ്ച വരെ ശക്തമായ മഴ. വടക്കഞ്ചേരിയിൽ മഴക്കുഴികൾ രൂപപ്പെട്ടു. ഉമ്മൻചാണ്ടി മരിച്ചിട്ട് 1 വർഷം. കുഞ്ഞുമായി ചികിത്സയ്ക്ക് വന്ന യുവതിക്ക് പാമ്പ് കടിയേറ്റു. വാർത്തകൾ വിസ്തരിച്ച്. നമ്മളുടെ ആലത്തൂർ വാർത്തകൾ യൂട്യൂബിലാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 101 എപ്പിസോഡായി ഇന്നേക്ക്. അതിന് മുന്നേ 2 വർഷം മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. അന്ന് യൂട്യൂബിലൊന്നുമല്ല, വേണ്ടവർക്ക് നേരിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്ത്. പരിഷ്കാരങ്ങളൊക്കെ നടത്തി ഗ്രാഫിക്സും എഡിറ്റിങ്ങും നല്ല രീതിയിൽ അമീറ അവതരിപ്പിച്ച് നിങ്ങളിലേക്ക് എത്തിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 101 എപ്പിസോഡാണ് വരുന്നത്. കേരളത്തിൽ നല്ല മഴ. എവിടെ നോക്കിയാലും പൊട്ടുപൊടുക്കനെയാണ് മഴ പെയ്യണത്. നല്ല വെയിൽ ഉണ്ടെന്ന് തോന്നിയിട്ട് വെളിക്കിറങ്ങിയ കുടയും കോട്ടും കൊടുത്തില്ലെങ്കിൽ വെള്ളത്തിൽപ്പെട്ട പാമ്പിനെ പോലെ നനഞ്ഞ് വരേണ്ട അവസ്ഥയാണ് കാണുന്നത്. ശക്തമായ മഴ കാരണം പുഴകളും തോടുകളും കുളങ്ങളും കിണറുകളൊക്കെ നിറഞ്ഞു. പലവടിയും കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായിട്ട് മരങ്ങളൊക്കെ പൊട്ടി വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. വീടുകളുടെ ചുമര് ഇടിഞ്ഞു വീണിട്ട് അമ്മയും മകനും വരെ മരണപ്പെട്ടു. ഇപ്പോഴും ശക്തമായ മഴ കേരളത്തിൽ തുടരുന്നുണ്ട്. ഞായറാഴ്ച വരയ്ക്ക് അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പൊക്കെ പറഞ്ഞു തന്നത്. പുഴപ്പാലത്തിൻ്റെ ഓരത്തിൽ കൂടെ പൊക്കിക്കെട്ടിയ മെലിഞ്ഞ പാലം തകർന്നു വീണു. അതായത് ജലനിധിൻ്റെ ആവശ്യത്തിനുള്ള പൈപ്പ് കൊണ്ടുപോകാൻ വേണ്ടി ആലത്തൂർ ഗായത്രി പുഴയ്ക്ക് കുറുകെ ഉണ്ടാക്കിയ പാലമാണ് പൊളിഞ്ഞ് പ്ലിക്കനെ വള്ളത്തിൽ വീണത്. ശക്തമായ മഴയും കുളവായിൻ്റെ ശല്യവും ഒക്കെ ആയിട്ടായിരിക്കും പൊളിഞ്ഞു വീണെന്നാണ് പറയുന്നത്. കുറേ നേരത്തേക്ക് പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയില്ല. പഞ്ചായത്തിൻ്റെ വക വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് JCB കൊണ്ട് പൊക്കിയിട്ട് 2 കഷ്ണം സിമൻറ്റ് കട്ട അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. അത് കുത്തി നിർത്തിയ കോൺക്രീറ്റിൻ്റെ കാല് ചരിഞ്ഞ് കിടക്കുന്നുണ്ട്. അത് എടുക്കാൻ കിട്ടിയിട്ടില്ല. ഒന്നാം പക്കം പുഴയിൽ തങ്ങി നിൽക്കുന്ന കുളവാഴിയും മറ്റ് ചണ്ടി ചവറുകളൊക്കെ വൃത്തിയാക്കിയിട്ടാണ് അവർ പോയത്. എല്ലാ കൊല്ലവും പുഴ നിറഞ്ഞു പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നിർമ്മാണത്തിൽ വന്ന പുഴയാണ് ഇതിന് പിഴവാണ് കാരണം എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. വ്യാപാരി വ്യവസായി സമിതിൻ്റെ നേതാവ് ബിന്നി ഇമ്മട്ടി കുഴഞ്ഞു വീണ് മരിച്ചു. 63 വയസ്സായിരുന്നു മൂപ്പർക്ക്. എറണാകുളം ആസ്റ്റർ മിംസിൽ വെച്ചിട്ടാണ് അന്ത്യം സംഭവിച്ചത്. മൂപ്പര് നല്ലൊരു കലാകാരനും അതുപോലെ കായികപരമായിട്ട് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയും വ്യാപാരി വ്യവസായികളുടെ ആദ്യകാല പ്രസിഡൻറ്റും നല്ലൊരു കാര്യപേരുള്ളൊരു വ്യക്തിയായിരുന്നു ബിന്നി ഇമ്മട്ടി. കിഴക്കേക്കോട്ടയിലെ അവൻ്റെ വീട്ടിൻ്റെ മുമ്പർത്ത് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം മദർ മാർത്ത മറിയം എന്ന പേരിലുള്ള പള്ളിയിൽ ശവസംസ്കാരം നടത്തുകയും ചെയ്തു.
ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ആമയും ചാഴി പുഴ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയോ പുഴയിൽ പെട്ട് മരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ജോയിയുടെ മൃതദേഹം കിട്ടിയത്. ഓളച്ചാല് തന്നെയായിരുന്നു. അതിലേക്ക് എങ്ങനെ അപകടത്തിൽപ്പെട്ടാണ് റെയിൽവേക്ക് വേണ്ടി ശുചീകരണ പ്രവർത്തന ജോലികളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അത്ര ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം ഉറുപ്പ്യ നഷ്ടപരിഹാരവും താമസിക്കാൻ പറ്റിയ ഒരു വീടും അവിടുത്തെ കോർപ്പറേഷൻ അല്ലെങ്കിൽ നഗരസഭ ഉണ്ടാക്കി കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് വന്നിട്ടും ഇത്രയേറെ ദുരന്തവും സംഭവിച്ചിട്ടും റെയിൽവേൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് എല്ലാവരും കുറ്റപ്പെടുത്തി പറയുന്നത്. വടക്കഞ്ചേരിയിൽ മണ്ണൊത്തി പാതയ്ക്ക് ഓരത്തേക്കൂടെ ശങ്കരൻ കണ്ടം തോട്ടിലൊക്കെ റോട്ടിൽ നിറച്ചും കുണ്ടും കുഴിയാണ്. വെള്ളം അങ്ങനെ തങ്ങി നിൽക്കുന്നതുകൊണ്ട് പുറത്തു നോക്കിയാൽ കുഴിൻ്റെ ആഴം അറിയില്ല. 110 സ്പീഡിലൊക്കെ വന്നിട്ട് വണ്ടി പുസ്കനെ ബ്രേക്ക് ചവിട്ടി മറിഞ്ഞ് വീഴുന്ന അവസ്ഥയാണ് കാണുന്നത്. റോഡൊക്കെ കേടുവരാൻ തുടങ്ങി. ഇനി വേഗത്തിൽ വണ്ടികൾ പോകാൻ പറ്റില്ല എന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കാർ ഓട്ടിക്കുന്ന ആൾക്കാരും ബസ്സുകാരൊക്കെ പറയാൻ തുടങ്ങി. കോൺഗ്രസിൻ്റെ മുൻ നേതാവും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ കേരള മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി മരിച്ചിട്ട് ഇന്നേക്ക് 1 കൊല്ലം തികഞ്ഞു. അവൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൻ്റെ പള്ളികളിൽ പ്രത്യേക കുർബാനയും മറ്റ് അനുസ്മരണ യോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിനെയും കൊണ്ട് ഡെങ്കിപ്പനിക്ക് ചികിത്സയ്ക്ക് വന്ന ഗായത്രി എന്ന 27 വയസ്സുള്ളൊരു പെണ്ണിന് പാമ്പ് കടിച്ചു പറഞ്ഞിട്ട് പരാതി ഉണ്ടായിരുന്നു. ഉണ്ണിക്ക് ജലദോഷവും കൊരയും പനിയൊക്കെ ആയിട്ട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലാണ് അവയെ കാണിക്കാൻ വന്നത്. പുതുനഗരത്തെ ഗായത്രി എന്നൊരു 27 വയസ്സുള്ള പെണ്ണാണ് കുട്ടീനെയും കൊണ്ട് വന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്ന്. അപ്പോൾ ബെഡിൽ ഇത്തിരി നേരം ഇരിക്കാൻ പറഞ്ഞ് ചോരയും മൂത്രമൊക്കെ പരിശോധിക്കാൻ വേണ്ടി അവിടെ ഇരുത്തിയതാണ്. കുട്ടി മൂത്രം പത്തിയപ്പോൾ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ചപ്പിയും ചൂലൊക്കെ എടുത്തപ്പോഴാണ് ഇത്ര പാമ്പ് കടിച്ചു എന്ന് പറയുന്നു. ഒരു കുപ്പിൻ്റെ ഉള്ളിൽ അതിൻ്റെ കടത്തി പാമ്പിനെ കാണിച്ചു തന്നു. അത് വിഷമുള്ള പാമ്പൊന്നും അല്ല എന്ന് അവിടുത്തെ കമ്പൗണ്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ പറയുക, ആശുപത്രിക്കാർ പറയുന്നത് ഈളുംകുച്ചിൻ്റെ ഇത് കൊമ്പ് കുത്തിയിട്ട് കയ്യിൽ വേണമെങ്കിൽ മുറിയായതായിരിക്കും. പാമ്പ് കടിക്കാനുള്ള സാധ്യതയില്ല. പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആൾ വടിയായിട്ടുണ്ടാകും. അതിന് മാത്രമുള്ള അവിടെ വൃത്തികേടൊന്നും ഇല്ല. എപ്പോഴും തുടയ്ക്കും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് എന്നൊക്കെയാണ് ആശുപത്രിക്കാർ പറയുന്നത്. അതിൻ്റെ വിശദമായ ചികിത്സയ്ക്ക് വലിയ ആശുപത്രിയിൽ പാലക്കാട്ടിൽ എത്തിച്ചെങ്കിലും അവരും പറയുന്നത് പാമ്പ് കടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ചേര കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറഞ്ഞ പോലെയായി ഇപ്പോഴത്തെ കാര്യം. മങ്ങൽ ഡാമിൽ പീഡിയക്കാരൻ്റെ ഓഫീസിൻ്റെ മുകളിൽ വ്യാപാര ഭവൻ്റെ മുകളിലേക്ക് വലിയ കൂറ്റൻ മരം പൊട്ടി വീണിട്ട് അതിൻ്റെ മേൽക്കൂരിയും ചെമരൊക്കെ കേടുവന്നു. കുടിവെള്ള പൈപ്പും കരണ്ട് വയറിലൊക്കെ തട്ടിയിട്ട് കരണ്ടും കുറേ നേരം പോയി എന്നാണ് പറയുന്നത്. ഇന്നലെ പെൽച്ചയ്ക്ക് 1:30 മണിക്കാണ് വലിയ മരം അതിൻ്റെ മേലേക്ക് പൊട്ടി വീണത്. പകലായിരുന്നെങ്കിൽ വലിയ അപകടമൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നാണ് പറയണത്. നമ്മുടെ കേരളത്തിൽ 15ാമത്തെ ജില്ല വരികയാണെന്ന് പറയണ കേട്ടു. സർക്കാരിൻ്റെ ഭാഗത്ത് തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. നെയ്യാറ്റിൻകര എന്ന പേരിലായിരിക്കും ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരത്തുള്ള സ്ഥലമാണ് നെയ്യാറ്റിൻകര. അവിടുത്തെ സ്ഥലം ഉൾപ്പെടുത്തി ഒരു ജില്ലയാക്കി മാറ്റി 15ാമത്തെ ജില്ലയാക്കാനാണ് തീരുമാനം. ഉനൈസ് എന്ന ഒരു പയ്യൻ 30 വയസ്സുള്ള ആൾ മരം വീണ് മരിച്ചു. ഗൾഫിക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായിട്ട് തുണിയും മണിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ അങ്ങാടിയിൽ പോയതാണ് മൂപ്പരും ഭാര്യയും കൂടിയിട്ട്. അപ്പോൾ ഷെഡിൽ നിൽക്കുമ്പോഴാണ് നല്ല കാറ്റും മഴയും വന്നത്. ആ സമയത്ത് ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് മരം ചരിയെന്ന് കണ്ടിട്ട് അങ്ങോട്ട് ഓടിയപ്പോൾ അയാളുടെ മേലെ വീണു. 2 ദിവസം വെൻറ്റിലേറ്ററിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടക്കുകയും ചെയ്തു. എന്നിട്ട് മരണത്തിന് കീഴടങ്ങി. ഭാര്യയ്ക്കും ചെറുതായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു.
പോക്സോ കേസിൽ പോലീസുകാർ അറസ്റ്റിലായി. അജീഷ് 28 വയസ്സുള്ള ആളാണ്, പുതുശ്ശേരിക്കാരനാണ്. ആൾ മലപ്പുറത്ത് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുകയാണ്. 16 വയസ്സുള്ളൊരു പെൺകുട്ടിനെ എന്തോ ചേലുകേട് കാണിച്ച് ആ കുട്ടിക്ക് വിഷമമുണ്ടാക്കി. ആ കുട്ടി പേടിച്ച് കിരി പറിച്ചു. ആ കുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഒരു പോലീസുകാരെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ തൊടുന്ന സാറേ, എന്തൊക്കെ വേണ്ടാത്തരങ്ങളൊക്കെ കാട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ കേസെടുത്തു. അയാളിനെ അവിടെ പോയിട്ട് ഇവിടുത്തെ കസബ പോലീസ് പോയിട്ട് ജീപ്പിൽ പിടിച്ചു കൊണ്ടുവന്ന് ജയിലിൽ കയറ്റിയിട്ടുണ്ട്. ഇതിനു മുന്നും വേറെ ഏതൊരു പെൺകുട്ടിൻ്റെയും തോളത്തും കവിളത്തൊക്കെ തൊട്ട് തലോടി അയാൾ കേസിന് വിധേയനായെങ്കിലും സ്വാധീനം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മുടെ പാലക്കാട് ഓറഞ്ച് അലർട്ട് തുടങ്ങിയിട്ടുണ്ട്. തുണികൾക്ക് ഓതം തട്ടണുകൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് അയലിൽ നിന്ന് തുണി എടുത്തിട്ട് ആ നനവോട് കൂടിയിട്ട് ഓതത്തോട് കൂടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് കാണുന്നതെന്നാണ് പറയുന്നത്. ശക്തമായ മഴ കാരണം തുണികൾ അയലിലിട്ട ഉണങ്ങണില്ല, ഓതം വിട്ടു പോകണമില്ല, ഇസ്തിരിട്ട സോക്കടിക്കുക എന്നുള്ള പേരുള്ളതുകൊണ്ട് കുട്ടികളൊക്കെ നനഞ്ഞ് പിണ്ടിയായ തുണിയിട്ടിട്ടാണ് യൂണിഫോമും മറ്റും ഇട്ടിട്ട് കോളേജുകളിലേക്ക് സ്കൂളുകളിലേക്കൊക്കെ പോണത് എന്നാണ് പറയാൻ കഴിഞ്ഞത്. രാജേഷിൻ്റെ മൃതദേഹം കണ്ടെത്തി. 42കാരനായ രാജേഷ് ചീനാമ്പുഴ പാലത്തിൽ മഴവെള്ളം നിറച്ച് വന്നപ്പോൾ തേങ്ങ പിടിക്കാൻ വേണ്ടി പോയതാണ്. മുതുകുന്നിക്ക് അടുത്തുള്ള സ്ഥലമാണ് ചീനാമ്പുഴ. അയിലൂരാണ് രാജേഷിൻ്റെ വീട്. അങ്ങനെ വെള്ളത്തിൽ എങ്ങനെ വീണ് ഒലിച്ചു പോയി. 2 ദിവസം തിരഞ്ഞിട്ട് മൂപ്പൻ്റെ മയത്ത് കിട്ടിയില്ല. ഒടുവിൽ അഗ്നിരക്ഷാ സേനയും ഫയർ എഞ്ചിൻ്റെ ആൾക്കാരും സ്കൂബ ടീമും എല്ലാം വന്ന് തിരഞ്ഞപ്പോൾ വള്ളിപ്പടർപ്പുകളുടെ അടിയിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് കണ്ടത്. ഭാര്യയും ഒരു കുട്ടിയുണ്ട് മൂപ്പർക്ക്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം പരിശോധനയ്ക്കായി കൊണ്ടുപോയി. മോന്തിയാകുമ്പോഴേക്കും കൊണ്ടുവന്ന് മൃതദേഹം സംസ്കരിച്ചു. സംക്രാന്തിയും മൊഹറം 9ഉം 10ഉം ആഘോഷിച്ചു. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംക്രാന്തി ആഘോഷിച്ചു. പണ്ടൊക്കെ മൈലാഞ്ചി ഇട്ട് കുമ്പളങ്ങച്ചാറും ഒരു കുടം വെള്ളത്തിലുണ്ടാക്കി ഒരു കോഴിനെയും കൂട്ടാൻ വെച്ച് അന്നത്തെ ദിവസം ദോശ ഉണ്ടാക്കി തിന്നണം പതിവ്. ഇന്ന് പിന്നെ കാലം മാറി എല്ലാ ദിവസവും ദോശ ഇഡ്ഡലിയാണ് എല്ലാ വീടുകളിലും ഉള്ളത്. കുട്ടികളൊക്കെ മൈലാഞ്ചി നിറയെ കയ്യിലും കാലിലൊക്കെ ഇടുക പതിവുണ്ടായിരുന്നു. മൊഹറം മാസത്തിലെ 9ാമത്തെ നോൽമ്പ്, അതായത് മൊഹറം 9ൻ്റെ നോൽമ്പ് വന്നത് അന്ന് തന്നെയായിരുന്നു. മൊഹറം 9ഉം 10ഉം നോൽമ്പ് ദിവസമായതുകൊണ്ട് മുസ്ലിങ്ങളും അത് വേണ്ട പോലെ പരിഗണിച്ച് നോൽമ്പ് പിടിച്ച് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണത്ര മൊഹറം 9ഉം 10ഉം. മുഹമ്മദ് നബി പറഞ്ഞ പ്രകാരമാണ് മൊഹറം 10നും അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9ന് നോമ്പ് പിടിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഈ മൊഹറം 10നാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. യൂസഫ് നബി മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടതും അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നെ അത്ഭുതങ്ങൾ വരെ സംഭവിച്ചിട്ടുള്ള ദിവസമാണ് മൊഹറം 10 ആയിട്ട് ആചരിക്കുന്നത്. മണൽ ലോറി കണ്ടത്ത് വീണു. സലീഷ് എന്ന ചെറുപ്പക്കാരൻ അപകടം പരിക്കേൽക്കാൻ പറ്റാതെ രക്ഷപ്പെട്ടു. മംഗലം ഡാമിൽ വടക്കേക്കളം ഭാഗത്താണ് ഒരാൾ മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടത്. അങ്ങനെ വണ്ടി ടോറസ് ലോറി മറിഞ്ഞ് മണലും ഒക്കെ ആയിട്ട് കണ്ടത്തിൽ വീണു. വണ്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ആൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ കഴിഞ്ഞു.